Learning, powered by Elegant Central Education and Research Center. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാഠഭാഗം ഏതാണെന്ന് അറിയാമോ? ഏതാണ്? മലയാളത്തിലെ കേരള പാഠാവലി എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ പാഠഭാഗമായ കനകച്ചിലങ്ക എന്ന ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അതിലൊരു നല്ലൊരു പാട്ട് വരുന്നുണ്ട്. നമുക്കതൊന്ന് ആദ്യം ഒന്ന് ചൊല്ലി നോക്കിയാലോ? ഈ കവിതയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കവിതയ്ക്ക് മുൻപായിട്ട് PT ഭാസ്കരപ്പണിക്കർ എഴുതിയ ഒരു ചെറിയൊരു കോട്ടുണ്ട്. എന്താണെന്നറിയാമോ? അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ. മലയാളത്തെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ്. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ. ഇനി നമുക്ക് ആ പാഠഭാഗത്തിൽ ഒരു കവിത വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ കവിതയൊന്ന് കേട്ട് നോക്കാം. കവിതയുടെ പേരാണ്. ഈ കവിതയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാക്കിരി പൂക്കിരി. നമുക്ക് ഈ കവിതയൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് നല്ല ഈണത്തിൽ പാടാം. ആദ്യം നമുക്ക് കേട്ടു നോക്കാം. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളാരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു. കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം. ഈ കവിതയുണ്ടല്ലോ മക്കളെ, തൂവൽ എന്ന പുസ്തകത്തിലത്തെ കവിതയാണ്. ആരെ എഴുതിയിരിക്കണേ നിങ്ങൾക്കറിയാമോ? രാമകൃഷ്ണൻ കുമരനെല്ലൂർ എന്ന ഒരു കവിതാകൃത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. തൂവൽ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമുക്കതൊന്ന് ഈണത്തിൽ ഈ കവിതയൊന്ന് ചൊല്ലി നോക്കിയാലോ? നിങ്ങൾ ഈ കവിതയൊന്ന് ഈണത്തിലൊന്ന് ചൊല്ലി നോക്കൂ. നമുക്ക് ഈ ടീച്ചറുടെ കൂടെ ഒന്ന് പാടി നോക്കാം. ഇന്ന് നമുക്കൊരു കാക്കിരി പൂക്കിരി പാട്ടായാലോ? കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു. കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം. ഈ കവിതയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ടീച്ചർ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. കുഞ്ഞുമക്കളെ, എല്ലാവരും പാട്ട് കേട്ടില്ലേ? പാട്ടിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? വലിയൊരു തേന്മാവ് അല്ലേ? ആ തേന്മാവിൻ്റെ മുകളിലുള്ള ചില്ലയിലൊക്കെ എന്താണുള്ളത്? പഴുത്ത മാമ്പഴം. അങ്ങനെയുള്ളൊരു മാവിൻ്റെ ചുവടെയാണ് നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞു പിള്ളേരെ ആർത്ത് വിളിച്ച് കളിക്കുന്നത്. കളിക്കുന്നതിൻ്റെ ഇടയിൽ എന്തുണ്ടായെന്നോ? ശക്തിയായൊരു കാറ്റ് വീശി. കാറ്റ് വീശിയാൽ എന്തായിരിക്കും ഉണ്ടാവുക?
ആ പഴുത്ത മാങ്ങകളെല്ലാം ചടപടാ വീണിരിക്കും. കുഞ്ഞു പിള്ളേരെന്തു ചെയ്തു? ഓടിപ്പോയി കിട്ടാവുന്ന അത്രയും മാങ്ങകളെല്ലാം അവർ പെറുക്കി. എന്നിട്ട് എന്ത് ചെയ്തിരിക്കും? ഒന്നാലോചിച്ചേ. നാവിൽ വെള്ളമൂറുന്നുണ്ടല്ലോ. അത് തന്നെ എല്ലാം അവർ അകത്താക്കിയിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നല്ല കുട്ടികളായിട്ട് ഈ കാക്കുരി പൂക്കുരി എന്ന് പറഞ്ഞ ഈ കവിത നന്നായി ഈണത്തിൽ ചെല്ലാൻ പഠിച്ചു വരില്ലേ? ഒത്തിരിയേറെ പ്രവർത്തനങ്ങളും നല്ല നല്ല കഥകളും കവിതകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.